ഈ വീഡിയോയുടെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ കാണേണ്ടത് കേരളത്തിലെ ഇസ്ലാമിക വിശ്വാസികളാണ്. അതേപോലെ തന്നെ സുഡാപ്പികൾ. ഇത് വളരെ സീരിയസ് കണ്ടന്റാണ് സംഭവം. അതായത് 2024 പാകിസ്ഥാനിലെ അഹമ്മദിയ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇവരുടെ സെൻസസ് പോലും പാകിസ്ഥാൻ ഗവൺമെൻറ് എടുത്തിട്ടില്ല. ചിലർ പറയുന്നത് ഇവർ 15 ലക്ഷം, ചിലർ പറയുന്നത് ഇവർ 20 ലക്ഷം, ചിലർ പറയുന്നത് 4 മില്യൺ. പക്ഷെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇത് പറയുന്നത് ഇവർ ഏകദേശം 18 ലക്ഷം ഉണ്ട് എന്നാണ്. അതായത് പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ അതിൽ കൂടുതലുണ്ട്. ഇപ്പോൾ 2024 ഇവരുടെ 40ഓളം മോസ്കുകൾ പാകിസ്ഥാനിലെ സുന്നി തീവ്രവാദികളും അവിടെയുള്ള സുന്നി വിശ്വാസികളും അടിച്ചു പൊളിച്ചു. 40-ൽ പരം. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോഴത്തെ സംഭവം പറയാം. അതിനേക്കാളും ഭീകരമാണ്. കാരണം ഇവർ ഈ നോയമ്പ് മാസമാണ്, നോയമ്പെടുക്കാൻ ഇവർ നോയമ്പ് എവിടെ കൂടാനാണെങ്കിലും ഈ സുന്നി വിശ്വാസികൾ, ഇസ്ലാമിക തീവ്രവാദികൾ സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് ഇവർ ഇസ്ലാം അല്ല. അതുകൊണ്ട് ഇവർ ഇസ്ലാമിൻ്റെ രീതിയിലുള്ള വർഷിപ്പോ സംഭവങ്ങളെ എടുക്കുകയാണെങ്കിൽ അതിനെ തടയും. ആലോചിച്ച് നോക്കുക, എന്തിൻ്റെ കേടാണ് ഇവന്മാർക്കുന്നത്. അവരെന്താ പറയുന്നത്? അവർ ഇസ്ലാം വിശ്വാസികളാണ്. പാകിസ്ഥാൻ്റെ ഗവൺമെൻറ് നേരത്തെ ഒരു നിയമം കൊണ്ടുവന്നു. അഹമ്മദിയ വിശ്വാസികൾ ഇസ്ലാം അല്ല, അവർ ഇസ്ലാമിന് പുറത്തുള്ളവരാണ്, അവർ മൈനോറിറ്റിയാണ്. അപ്പോൾ അവർ ഇസ്ലാമും അല്ല, അവർ ക്രിസ്ത്യനുമല്ല, അവർ ഹിന്ദുവല്ല. അഹമ്മദിയ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി. അതാണ് പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുന്നത്. ഇനി ഇവരുടെ ഫൗണ്ടിങ് ഇതെവിടെ നിന്നാണെന്ന് ഇതെല്ലാം ഈ സുഡാപ്പികളൊക്കെ കേൾക്കേണ്ട സംഭവമാണ്. ഈ അഹമ്മദിയ എന്ന് പറയുന്ന സംഭവം ഇന്ത്യൻ പഞ്ചാബ് സൈഡിൽ, അവിടെ മിർസ ഗുലാം അഹമ്മദ് 1835 ഈ പറയുന്ന അഹമ്മദിയ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത്. അതും ഇസ്ലാമിക വിശ്വാസത്തിൽ. അതായത് പ്രോഫറ്റ് മുഹമ്മദിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രോഫറ്റായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് അഹമ്മദിയ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത്. ആ വിശ്വാസത്തിൽ തന്നെയാണ് അവർ പോകുന്നത്. പക്ഷെ ഇന്ത്യ പാക് വിഭജന സമയത്ത് ചരിത്രം അറിഞ്ഞോണം നിങ്ങൾ. ഈ പറയുന്ന ഇന്ത്യയിലുണ്ടായിരുന്ന അഹമ്മദിയൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലായിരുന്നു. കാരണം പാകിസ്ഥാനിൽ അവിടെ അത്ര ഇല്ലായിരുന്നു. അതായത് ഡൽഹിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തായിരുന്നു ഈ അഹമ്മദിയ കമ്മ്യൂണിറ്റി. അതായത് ഡൽഹിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന പഞ്ചാബ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡൽഹിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന പഴയ പഞ്ചാബ് എന്ന് പറയുന്ന ഹരിയാനയും കൂടി ഉൾക്കൊള്ളുന്ന. അപ്പോൾ അവിടെയാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയുള്ളവരെല്ലാം വിഭജന കാലത്ത് മുസ്ലിങ്ങളാണെന്നും പറഞ്ഞ് ഇവർ പഞ്ചാബിൽ പോയി, ഇവിടെ പോയി പാകിസ്ഥാനിൽ പോയി. അപ്പം അവരിവിടെ സെറ്റിലായി. ലാഹോർ, കറാച്ചി, ആ ഭാഗത്ത് ഇവർ സെറ്റിലായി. ആദ്യകാലങ്ങളിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇസ്ലാമിക തീവ്രത കയറി വന്നു. കാരണം പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമായിട്ട് അവിടുത്തെ പട്ടാള ഭരണാധികാരി ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നീട് ഇവരെ ഇസ്ലാമായിട്ട് ഇവർ അക്സെപ്റ്റ് ചെയ്തില്ല. ഇതിൻ്റെ എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാൻ പോലും പറയുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ പെർസിക്യൂഷൻ നേരിടുന്നവരാണ് ഈ അഹമ്മദിയ കമ്മ്യൂണിറ്റി. ഇത് പറയാനുണ്ടായ കാരണം, ഇപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ യാദൃച്ഛികമായിട്ട് പാകിസ്ഥാനിൽ വിളിച്ചു. അദ്ദേഹം അവിടുത്തെ ഫ്രൈഡേ ടൈംസ് എന്ന് പറഞ്ഞ മാഗസിൻ്റെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റാണ്. ഇപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ച സമയത്ത് പുള്ളി പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് കറാച്ചിയിൽ പുള്ളി 2 ദിവസം മുമ്പ് ഒരാവശ്യത്തിന് പോയ സമയത്ത് അവിടെ ഈ ഫെനറ്റിക് ആയിട്ടുള്ള സുന്നി ഇസ്ലാമിക വിശ്വാസികൾ ഒത്തുകൂടിയേക്കുവാണ്. അപ്പോൾ അവരെല്ലാം കൂടെ തീരുമാനം എടുത്തേക്കുകയാണ്. അതായത് അഹമ്മദിയ കമ്മ്യൂണിറ്റി ഇപ്രാവശ്യം പെരുന്നാൾ ആഘോഷിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കരുത്. ആലോചിച്ച് നോക്കുക. അവർക്ക് പള്ളി അടിച്ച് പൊളിക്കുന്നു, പള്ളി നശിപ്പിക്കുന്നു, അവരെ റോഡിലിരുത്താൻ സമ്മതിക്കുന്നില്ല. അവരെവിടെ പോയി പ്രാർത്ഥിക്കും? കേരളത്തിലെ മിനി പാകിസ്ഥാൻകാരും സുഡാപ്പികളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാർ നിങ്ങൾ പറഞ്ഞതാ. നിങ്ങളിതിൻ്റെ ഓരോ ഡേറ്റയും നോക്ക്, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും എത്ര ക്രൂരമായിട്ടാണ് ഇവരെ കൊല്ലുന്നത്. ഇപ്പം എന്താ സംഭവം എന്ന് പറയുന്നത്, ഇവർ 2-3 വർഷം മുമ്പ് ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു കത്തയച്ചു. അപ്പോൾ അവർ പറയുന്നത് അവരെ അവിടെ ജീവിക്കാൻ സമ്മതിക്കുന്ന, അവരെ
അവർ മുസ്ലിമും അല്ല, അവിടുത്തെ കമ്മ്യൂണിറ്റി അവരെ പാകിസ്ഥാൻകാരനായിട്ട് പോലും അവർ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഇന്ത്യയിലോട്ട് തിരിച്ചു വരണം. പഴയ ഇന്ത്യൻ രാജ്യം, ഇന്ത്യയായിരുന്നു അവരുടെ രാജ്യം. ആലോചിച്ച് നോക്കുക, ഇന്ത്യയിൽ നിന്നും അഹമ്മദിയ കമ്മ്യൂണിറ്റിയെ മുസ്ലിംസായിട്ടാണ് ഇന്ത്യ കരുതുന്നത്. അത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇന്ത്യ എല്ലാവരും ഉൾക്കൊള്ളുന്നവരാണ്. ഇന്നും ഇന്ത്യയിലുള്ള പല അഹമ്മദി വളരെ കുറച്ച് പേരേ ഉള്ളൂ. അവരിപ്പോഴും ഈ ജൽസ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമുണ്ട് എല്ലാ വർഷവും നടക്കുന്നത്. അവരൊത്തുകൂടാൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് സഹായം ചെയ്തു കൊടുക്കുന്നത്, അതിന് ഫണ്ട് ചെയ്യുന്നത്. കാരണം അവർക്ക് ഈ പറയുന്ന പോലെ സാമ്പത്തികമൊന്നുമില്ല. അവർക്ക് പ്രെയർ നടത്തണം, അത് നടത്തും. ഇന്ത്യയിൽ ഇവരുടെ മോസ്കൊക്കെ ഉണ്ട് ഈ പറയുന്ന അഹമ്മദിയ കമ്മ്യൂണിറ്റിക്ക്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, എന്താണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം, എന്താണ് വളരെ ബ്രൂട്ടലായിട്ടുള്ള ക്രൂവൽറ്റിയുള്ള പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം. മതരാഷ്ട്രവും ഇസ്ലാമിക മതരാഷ്ട്രവും ഇസ്ലാമിക തീവ്ര രാഷ്ട്രവും അവരുടെ ഇടയ്ക്ക് പോലും നിങ്ങൾ ആലോചിക്കുക, അവരൊരു കാരണവശാലും അവിടെയുള്ള അഹമ്മദിയ കമ്മ്യൂണിറ്റിക്ക്, അതായത് പെരുന്നാൾ പോലും, ഫാസ്റ്റിങ് പോലും, അവർ പ്രെയർ പോലും നടത്താൻ ഇവർ സമ്മതിക്കുന്നില്ല. ആ സമയത്താണ് കേരളത്തിലെ മിനി പാകിസ്ഥാൻകാർ ഈ കടകളൊക്കെ അടച്ച് മറ്റുള്ളവരെ ഉപദ്രവിച്ച്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ലോകത്ത് പലതും ഇതേപോലെ നടക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഉത്തരം ആരാ തരുന്നത്? ഇപ്പം അറിയാവുന്ന അതിവിദഗ്ധന്മാരായി നിങ്ങൾ തന്നെ കമൻ്റ് താ. കാരണം നിങ്ങളിത് പഠിച്ച് മനസ്സിലാക്കിയ ശേഷം മനസ്സിലാക്കിത്താ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ ഇസ്ലാമിക വിശ്വാസി. ഓക്കെ, നിങ്ങൾ അവർ ഇസ്ലാം വിശ്വാസികളല്ല എന്ന് പറയുന്നത് ഫൈൻ. അവർക്ക് പ്രാർത്ഥിച്ചുകൂടായോ? അവർക്ക് പ്രെയർ എടുത്തുകൂടായോ? അവർക്ക് നോമ്പ് നോറ്റ്, അവർക്ക് നിങ്ങളുടെ കൂടെ നോമ്പെടുത്തുകൂടായോ? അവരുടെ പള്ളികൾ എന്തിനാണ് നിങ്ങൾ പൊളിച്ചു കളയുന്നേ? ഈ പറയുന്ന നിങ്ങളാണോ ഇവിടെ മറ്റുള്ള മതസ്ഥരെ നിങ്ങൾ വളരെ സൗഹൃദമായിട്ട് സെക്കുലറായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നത്? അതുകൊണ്ടാണ് എനിക്ക് പറയുന്നത്, സുഡാപ്പികളെ എനിക്ക് 1% പോലും വിശ്വാസമില്ല. അതിൻ്റെ ഓരോ തെളിവുകളാണ് ഓരോ ദിവസം പുറത്തു വരുന്നത്. സോ സാഡ്. ഇതാണ് പറഞ്ഞ് മത തീവ്രത തലയ്ക്കകത്ത് കയറിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങളാണ് നിങ്ങൾ എവിടെയാണ് സെക്കുലർ ആവുന്നത്? നിങ്ങൾ ഈ കാഫറൊന്ന് ഈ സാധനം മാറ്റാൻ നിങ്ങളെങ്ങനെ സെക്കുലർ ആകാൻ പറ്റുന്നത്? നിങ്ങൾക്ക് എങ്ങനെ മോഡേൺ യുഗത്തിലോട്ട് ചിന്തിക്കാൻ പറ്റുന്നത്? അതായത് ഈ പറയുന്ന പഴയ രീതിയിലുള്ള തീരുമാനവും, അതായത് ഈ മത തീവ്രതയും തലയ്ക്കകത്ത് വെച്ച് സാധാരണ ഒരു മനുഷ്യനെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തവരായി ഈ മത തീവ്രവാദികൾ മാറി. അതാണ് കേരളത്തിലെ സുഡാപ്പികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രമാത്രം ഇന്ത്യക്കെതിരെ, അതായത് തീവ്രവാദത്തിന് അനുകൂലമായിട്ടും ഹമാസിന് അനുകൂലമായിട്ടും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. അപ്പോൾ കാര്യമായ തെറ്റ് നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ നിങ്ങൾ റെക്ടിഫൈ ചെയ്യാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാനത് അടിവരയിട്ട് പറയുന്ന കാര്യമാണ്. പാകിസ്ഥാനാണെങ്കിൽ ലോകത്ത് ഇവിടെ നടക്കുന്ന ഓരോ ഇവൻറ്റുകൾ ഇതോരോന്നും ചൂണ്ടിക്കാണിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പൊള്ളിക്കഴിഞ്ഞാൽ, നിങ്ങൾ പ്രൊവോക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകൂ നിങ്ങളിത് കാണിക്കുന്നത് തെറ്റാണ്. ഈ തെറ്റിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? ഇതിൻ്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ്? ആരാണ് ഇതിന് ഉത്തരവാദി? എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ? ആ സൊല്യൂഷൻ ഇല്ലെങ്കിൽ ലോകം മുഴുവനും നിങ്ങളെ പൂർണ്ണമായിട്ട് തള്ളിക്കളയും. അതാണ് ലോകത്ത് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്.